നമുക്ക് ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കാം. ഈ വർഷം ആദ്യമായിട്ടാണ് എനിക്ക് ചക്ക കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഒരു ചക്കക്കുരു മാങ്ങയും കറി വെക്കാമെന്ന് വിചാരിച്ചു. ആ കറി വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ്. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ടിപ്സാണ് പറയുന്നത്. ഈ ചക്കക്കുരു നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടി ഒരു കുക്കറിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളമൊഴിച്ച് നമുക്ക് ഒരു 2 സ്റ്റീം, ഇതിപ്പോൾ ശരിക്കും പുത്തൻ ചക്കക്കുരു ആയതുകൊണ്ട് 1 സ്റ്റീം മതി. നമുക്ക് നോക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഊറ്റാം. കണ്ടോ, ആകെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ പറ്റി നിൽക്കുന്ന വെള്ളമേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് തൊലി കളഞ്ഞെടുക്കാം. ഇത് എളുപ്പത്തിൽ ഇങ്ങനെ പതുക്കെ ഒന്ന് പൊളക്കുക. പൊളന്ന് കഴിയുമ്പോൾ തന്നെ ആ പ്ലാസ്റ്റിക് പോലെയുള്ള തൊലി നമുക്ക് ഇതുപോലെ ഊർന്ന് കിട്ടും. ഇങ്ങനെ ഊർന്ന് കിട്ടിക്കഴിയുമ്പം നമുക്ക് അത് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് പോലുള്ള ഭാഗങ്ങൾ നന്നായി കളഞ്ഞില്ല എങ്കിൽ കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുരുങ്ങാൻ സാധ്യതയുണ്ട്. ഇതിൽ നമുക്ക് ഇത് ക്ലീൻ ആക്കാൻ പറ്റും. ശരിക്കും ചക്കക്കുരു ഒക്കെ ക്ലീൻ ആക്കാൻ മടിച്ച് ഉണ്ടാക്കാതിരിക്കുന്നവരുണ്ട്. അപ്പം എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് വരാം. ഞാൻ ഇതിനു വേണ്ടി ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഈ ചക്കക്കുരു, കുറച്ച് കറി ലീഫും 5 പച്ചമുളകും കൂടെ കീറിയിട്ടേക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായി ഉടയുമ്പോഴാണ് ആ ചക്കക്കുരു മാങ്ങയ്ക്കും ടേസ്റ്റ് കൂടുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ചക്കക്കുരു ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ച മാങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വെന്ത് ഉടയുന്നതാണ് കണക്ക്. നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു, ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തു. ഞാൻ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഒരല്പം മഞ്ഞൾ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾ ഇട്ടാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇത് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വരണം. ആദ്യം വെള്ളം ചേർക്കുന്നില്ല, അതിനുശേഷം നമുക്ക് വെള്ളം ചേർക്കാം. ഇപ്പം വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. മാങ്ങ വെന്തോ നോക്കാം. മാങ്ങയൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്ക് കാണിച്ചു തരാം. ഈ ചക്കക്കുരു മാങ്ങയും ഒരല്പം കോരിയെടുക്കും. ഈ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ ഇട്ട് ഇത്ര ഉള്ളൂ കേട്ടോ. ഇത്ര നല്ലൊരു തവി, ഈ തവിക്ക് 1 തവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കൂടി ആ അരപ്പിൻ്റെ കൂടെ അരയ്ക്കും. അപ്പം നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും ആ മാങ്ങയുടെയും ചക്കക്കുരുവിൻ്റെയും ടേസ്റ്റ് എടുത്ത് കാണിക്കുകയും ചെയ്യും. അപ്പം ഞാൻ അരച്ചുകൊണ്ട് വരാം. ഇത് കണ്ടോ, വെള്ളം ഒഴിക്കാതെ ഞാൻ ആദ്യം ഒന്ന് പൾസ് ചെയ്തു. പൾസ് ചെയ്യുമ്പോൾ തന്നെ അത് കുറച്ച് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുമ്പം വെള്ളം എങ്ങാനും കൂടിപ്പോയാൽ അരയാൻ പാടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ തേങ്ങ അരയ്ക്കുമ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് കഴുകി ഞാൻ ഇത്തിരി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇപ്പം വെള്ളം കൂടി ഒഴിക്കാൻ കാരണം ഒത്തിരി കുറുകി നല്ല കട്ടിയായി പോകും. പക്ഷെ തീ ഓഫ് ചെയ്യാം. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിക്കാം. ഇതിനു വേണ്ടി ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളി ഇടാം. ഇവിടെ ഉണ്ടായ ഉണ്ടമുളകാട്ടോ, ഞാൻ ചുമ്മാ അതും കൂടി ഇടുവാണേ. നല്ല എരിവുള്ള മുളകാട്ടോ അത്. ചുമ്മാ ഒരു ഭംഗി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉണക്കമുളകും കറി ലീഫും
തീ ഓഫ് ചെയ്യുവാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം മുളക് നമ്മുടെ ഈ താളിപ്പൊഴിച്ചു കൊടുക്കാം. റെഡിയായിട്ടുണ്ട്. വളരെയധികം രുചിയായിട്ടുള്ള നല്ലൊരു കറിയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങളെല്ലാവരും എന്നെ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.